ഇന്നും നമുക്ക് ടോട്ടൽ 4 വർക്ക്സ് ആണ് വരുന്നത്. ഡയറക്റ്റ് ഡെലിവറിയാണ് എല്ലാം പറഞ്ഞിട്ടുള്ളത്. ഫസ്റ്റ് വർക്ക് MA എഞ്ചിനീയറിംഗ് കോളേജ് വേങ്ങൂരായിരുന്നു നമുക്ക് ഡെലിവറി ചെയ്യാനുണ്ടായിരുന്നത്. ആളുടെ 9th വെഡിങ് ആനിവേഴ്സറിക്ക് ഹസ്ബൻഡ് കൊടുക്കാൻ പറഞ്ഞ ഒരു സർപ്രൈസ് ആയിരുന്നു. കൂടെ ചെറിയൊരു പ്രാങ്കും കൂടെ കൊടുക്കാനായിട്ട് ആളെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതെന്തായാലും സക്സസ് ആയി ഉണ്ടായിരുന്നു. കൂടെ ഉണ്ടായിരുന്ന ടീച്ചേഴ്സിന്റെ സപ്പോർട്ടാണ് കേട്ടോ എടുത്ത് പറയേണ്ടത്. എനിവേ സെക്കൻഡ് വർക്ക് വരുന്നത് ARMC ഹോസ്പിറ്റലായിരുന്നു. ഹസ്ബൻഡിന്റെ ഫ്രണ്ടിന്റെ വൈഫിന് വേണ്ടിയിട്ടുള്ള ഒരു വർക്ക് ആയിരുന്നു. എന്റെ ഹസ്ബൻഡിന്റെ ഫ്രണ്ടിന്റെ വൈഫിനാണ്. അവരുടെ ആനിവേഴ്സറി സർപ്രൈസ് തന്നെയാണ് കേട്ടോ. എഗെയിൻ നമ്മൾ വണ്ടിയുടെ പുറത്തുള്ള ഫോട്ടോസ് തന്നെയാണ്. ഈ വർക്കൊക്കെ സെറ്റ് ചെയ്യുന്നതിന്റെയും ഡെലിവറി ചെയ്യുന്നതിന്റെ ഒക്കെ തിരക്കിനിടയ്ക്ക് എനിക്ക് നല്ല രീതിയിൽ വീട്ടിലൊന്നിരുന്ന് സേഫ് ആയിട്ട് ഫോട്ടോസ് ഒന്നും എടുക്കാൻ പറ്റാറേ ഇല്ല കേട്ടോ. എന്തായാലും ആളുടെ ഫ്രണ്ടിനെ വിളിച്ച് നമ്മൾ ചെറിയ രീതിയിൽ ഒരു പ്രാങ്ക് ആക്കുന്ന രീതിയിലാണ് ആൾക്ക് ഈ ഒരു സർപ്രൈസ് ഡെലിവറി ചെയ്തിട്ടുണ്ടായിരുന്നത്. നെക്സ്റ്റ് നമ്മളെ 2 വർക്ക്സും ആനമങ്ങാടേക്കാണ് ഡെലിവറി ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഒന്ന് ഹസ്ബൻഡിന്റെ വക വൈഫിന് വേണ്ടിയിട്ടും രണ്ടാമത്തേത് ഉമ്മാന്റെ വക മോൻക്ക് വേണ്ടിയിട്ടുള്ളതായിരുന്നു. ഒരെണ്ണം നമ്മൾ അവരുടെ വീട്ടിലും രണ്ടാമത്തേത് മോൻക്ക് വേണ്ടിയിട്ടുള്ളത് മോന് വർക്ക് ചെയ്യുന്ന ഷോപ്പിനകത്തുമാണ് നമ്മൾ ഡെലിവറി ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇവന്റെ ഉമ്മ അബ്രോഡാണ്. അവിടെ നിന്നാണ് മോൻക്ക് വേണ്ടിയിട്ടുള്ള ഈ ഒരു സർപ്രൈസ് ആള് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ അതും നമ്മൾ സക്സസ്ഫുള്ളി ഡെലിവറി ചെയ്തിട്ടുണ്ട്. ഇന്നത്തെ നമ്മുടെ ഫൈനൽ ടാസ്ക് എന്ന് പറയുന്നത് എൻ്റെ സ്വന്തം ഹസ്ബൻഡിന് ഒരു ചെറിയ സർപ്രൈസ് പ്ലാൻ ചെയ്യാന്നുള്ളതായിരുന്നു. പക്ഷെ ആൾക്ക് ഭയങ്കരമായിട്ട് ഡൗട്ട് ഉണ്ടായിരുന്നു. എങ്കിലും നമ്മളത് അങ്ങനെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പെരിന്തൽമണ്ണ ടീ ടൈമിൽ വെച്ചിട്ട് ആളുടെ ഫ്രണ്ടിന്റെ ഹെൽപ്പോട് കൂടെയാണ് ഞാൻ ഇങ്ങനെ ഒരു സെറ്റപ്പ് ഒരുക്കിയിട്ട് ആളെ വിളിച്ചിട്ടുണ്ടായിരുന്നത്. ഡെലിവറിക്കും കാര്യങ്ങൾക്കും ഒക്കെ നമ്മളെ കൂടെ തന്നെ ഉള്ളതിനെ കൊണ്ട് അങ്ങനെ ഒരു സർപ്രൈസ് പ്രോപ്പറായിട്ടൊരു പ്ലാനിങ്ങോ കാര്യങ്ങളോ ഒന്നും ചെയ്യാൻ പറ്റാത്ത സാഹചര്യമായിരുന്നു. എന്തായാലും എൻ്റെ ഒരു ആഗ്രഹത്തിന് പുറത്ത് അതും ഞാൻ അങ്ങ് സെറ്റാക്കി.